ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എല്ലാ അഭിഷിക്തന്മാർക്കും മറ്റ് സഹോദരങ്ങൾക്കും ലോകരാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി സ്നേഹവന്ദനത്തെ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനിടയായി. അതിൽ പ്രത്യേകിച്ചും പ്രാർത്ഥനയുടെ 5 ഗ്രീക്ക് പദങ്ങൾ, 5 വാക്കുകൾ, അതിൻ്റെ അർത്ഥം എന്താണ്, ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇന്ന് പ്രാർത്ഥന എന്നാൽ എന്താണ് പ്രാർത്ഥന? ഞാൻ നിങ്ങളോട് അതിന് ഒരു 7 മറുപടി. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് ചിന്തകൾ നമുക്ക് ഉണ്ട്. പ്രാർത്ഥന എന്നാൽ എന്താ? അതിനുള്ള വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള 7 മറുപടി, 7 ആശയങ്ങൾ, അല്ലെങ്കിൽ 7 നിർവചനങ്ങൾ. എന്താണ് പ്രാർത്ഥന? അതിനെക്കുറിച്ചാണ് ഇന്ന് പകലിൽ നിങ്ങളോട് പറയാനാണ് താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനാ മനുഷ്യരുടെ വിലപ്പെട്ട അനുഭവങ്ങളും പഠനങ്ങളും ഒക്കെ നമ്മെ പ്രാർത്ഥനയ്ക്കായി ഉത്തേജിപ്പിക്കുന്നവയാണ്. സ്തോത്രം. അവരുടെ പ്രാർത്ഥനയാൽ ദൈവഹിതം അറിയുവാനും അവ നിറവേറ്റപ്പെടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്കും പുതുതായി സമർപ്പിക്കുന്നവർക്കും പ്രയോജനപ്പെടാൻ പ്രാർത്ഥനയുടെ പൊതുവായ ചില നിർവചനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ഏതെങ്കിലും ഒരു നിർവചനം കൊണ്ടോ പ്രാർത്ഥനയുടെ മുഴുവൻ സ്വാധീനത്തെയോ സ്വഭാവത്തെയോ ഉൾക്കൊള്ളിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. പ്രാർത്ഥന ആത്മീയവും ഭൗതികവുമായ വിവിധ തുറകളെ സ്പർശിക്കുന്നത് കൊണ്ട് സമഗ്രമായിരിക്കുന്ന ഒരു നിർവചനം നൽകുക എന്നുള്ളതും പ്രയാസകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. എങ്കിലും എന്താണ് പ്രാർത്ഥന? ഒത്തിരി ആശയങ്ങൾ നമ്മൾ പറയാറുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി 1-2 കാര്യം വേഗത്തിൽ പറയാം. എന്താണ് പ്രാർത്ഥന? 1, ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയമാണ് പ്രാർത്ഥന. ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയമാണ് പ്രാർത്ഥന. ശ്രദ്ധിക്കൂ, എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മുടെ ദൈവം കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് അവന്റെ മകൾ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനുമായിട്ടാണ്. ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം കൂട്ടായ്മ കൂടാൻ ആഗ്രഹിക്കുന്നത് അവന്റെ മകൾ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനുമായിട്ട്. പക്ഷേ ഏഥനിൽ വെച്ച് ദൈവവും മനുഷ്യനും തമ്മിൽ ആ കാലഘട്ടങ്ങളിൽ നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നത് ഞാൻ പറയാമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഏഥനിലെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യന് ദൈവത്തോട് സമ്പർക്കം പുലർത്താൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക ഉപാധിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവസൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ മകൾ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് ദൈവം കൂട്ടായ്മ ആഗ്രഹിച്ചു. പക്ഷേ ഏദനിൽ വെച്ച് ആ കൂട്ടായ്മ തുടരവേ അവിടെ ഒരു വീഴ്ച സംഭവിക്കുകയാണ്. ആ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യന് ദൈവത്തോട് സമ്പർക്കം പുലർത്തുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക ഉപാധി, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടെ ഞാനത് ലളിതമാക്കാം. പ്രാർത്ഥനയിലൂടെ മനുഷ്യനും ദൈവവും തമ്മിൽ ആശയവിനിമയം നടത്തുകയാണ്. പ്രാർത്ഥനയിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഏദനിലെ വീഴ്ചയ്ക്ക് ശേഷം
ദൈവമായിട്ട് മനുഷ്യന് കൂട്ടായ്മ പുലർത്തുവാൻ ദൈവം വച്ചിരിക്കുന്ന ഏക ഉപാധിയായി പ്രാർത്ഥന നിലകൊള്ളുമ്പോൾ, കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അറിയിപ്പാനുള്ളൊരു വേദി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സ്തോത്രം. ആത്മീയം, മാനസികം, ശാരീരികം എന്നീ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഇത് കേൾക്കുന്ന ദൈവമക്കളോട് വളരെ ശാന്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ, നിങ്ങളുടെ മാനസികമായ, നിങ്ങളുടെ ശാരീരികമായ, നിങ്ങളുടെ ആത്മീകമായിരിക്കുന്ന ആവശ്യങ്ങൾ ദൈവത്തോട് നിറവേറ്റേണ്ടത്, ദൈവത്തോടത് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ പ്രാർത്ഥനയിലൂടെ, സ്തോത്രം, നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിച്ചെന്ന് വരില്ല. കാരണം യേശുക്രിസ്തുവിനെ നോക്കിക്കേ. യേശുക്രിസ്തു പിതാവേ എന്ന് സംബോധന ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചത് പ്രകാരം ഒരു പിതൃപുത്ര ബന്ധത്തിൽ തുറന്ന ഹൃദയത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ, സ്തോത്രം, നാം ദൈവസന്നിധിയിൽ അറിയിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാ, നമ്മുടെ ആവശ്യങ്ങൾ നാം അവതരിപ്പിക്കുകയാ. പക്ഷെ ആവശ്യ അവതരണം നടത്തുമ്പോൾ യേശു പോലും പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, സംബോധന ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച മാതൃക പുസ്തകം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, പിതൃപുത്ര ബന്ധത്തിൽ തുറന്ന ഹൃദയത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് ദൈവത്തോട് അറിയിക്കാനുള്ള ഒരു സന്ദർഭമാണ് പ്രാർത്ഥനയുടെ സമയമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത് വാക്യം വായിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുക, അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ആ നിലയിൽ പ്രാർത്ഥന എന്നത്, സ്തോത്രം, ദൈവ സാന്നിധ്യം ആസ്വദിക്കലാണ്. മനസ്സിലാകുന്നുണ്ടോ? കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയമാണ്. സ്തോത്രം. അപ്പോൾ ഈ ആശയവിനിമയം പിതൃപുത്ര ബന്ധത്തിൽ നിലനിർത്തി തുറന്ന ഹൃദയത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നാം ദൈവ സാന്നിധ്യം കൂടെ അനുഭവിച്ച് മുൻപിലേക്ക് കാൽച്ചുവട് വയ്ക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നിർവചനം ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയമാണ്. എന്താണ് ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞത്? രണ്ടാമത്തെ നിർവചനം ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം. യേശുക്രിസ്തു പ്രാർത്ഥിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു വാചകം ഇങ്ങനെയുണ്ട്. എന്താണ് ആ വാചകം? മത്തായി സുവിശേഷം 6-ാം അധ്യായം 10-ാമത് വാക്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു പദം അതിനകത്ത് പരാമർശിക്കുന്നു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്തോത്രം. അങ്ങനെയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. അതിനർത്ഥം ദൈവ ഇഷ്ടം അറിയുവാൻ നാം പ്രാർത്ഥിക്കണമെന്നാണ് ആ വാചകം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒന്ന്, നമ്മുടെ ആശയവിനിമയം ദൈവത്തോട്, മനുഷ്യൻ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രയർ മീൻസ് എ കോൺവെർസേഷൻ വിത്ത് ഗാഡ്. ദൈവമായിട്ടുള്ള ആശയവിനിമയമാണ് പ്രാർത്ഥന. ഈ ആശയവിനിമയം എവിടെയാ തകർന്നത്? ഏദനിൽ. ദൈവത്തിന്റെ മകൾ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ ദൈവമായി കൂട്ടായ്മ ആചരിച്ചു പോകുമ്പോൾ, കൂട്ടായ്മയിൽ പോകുമ്പോൾ അവിടെ വീഴ്ച പറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവമായി കൂട്ടായ്മ പുലർത്താൻ ദൈവം വച്ചിരിക്കുന്ന ഉപാധിയായി പ്രാർത്ഥന നിലകൊള്ളുമ്പോൾ, രണ്ട്,
ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം. അപ്പോൾ നാം ദൈവ ഇഷ്ടം അറിയാൻ പ്രാർത്ഥിക്കണമെന്ന് യേശുവിന്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയായി നിലകൊള്ളുമ്പോൾ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കാം, പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലാതെ ആർക്കും ചുമ്മാതെ ഉറങ്ങി കിടക്കുന്നവർക്കൊന്നും ദൈവത്തിന്റെ ഹിതമൊന്നും ദൈവം വെളിപ്പെടുത്തുകയല്ല. ദൈവ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ, ദൈവ ഇഷ്ടം വെളിപ്പെടണമെങ്കിൽ, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് അത് തിരിച്ചറിയാൻ പറ്റൂ. അങ്ങനെ ദൈവഗീതം തിരിച്ചറിയുന്നവരാണ് ദൈവിക ഭക്തന്മാർ. സ്തോത്രം. അപ്പൊ ദൈവഗീതം നാം തിരിച്ചറിയുന്നത്, പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തന്റെ ഇഷ്ടം വെളിപ്പെടുത്തി കൊടുക്കും, അത് സത്യമാണ്. പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് ലളിതമായി പറഞ്ഞാൽ, മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവത്തോട് പറയാൻ മുഴുവൻ സമയം വിനിയോഗിക്കാതെ, സ്തോത്രം, ദൈവത്തിന്റെ ഇഷ്ടം നമ്മോട് പറയുവാൻ സ്തോത്രം, നമ്മൾ സമയം അനുവദിക്കാതെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മറ്റൊരു തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറുപടി കാണാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്തോത്രം ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ തെളിവാക്കണം. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും യേശുവിന്റെ അരികിൽ വന്ന് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു മർക്കോസ് 14 ആ വാക്യം കിടക്കുന്നത്. 14-ാം അധ്യായം 14-ന്റെ 12-ാം വാക്യം മുതൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിനോട്, അടുത്തൊരു പദം എഴുതിയിട്ടുണ്ട്, നീ പെസഹ കഴിപ്പാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് പോലൊരു ദൈവഗീതം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പെസഹ കഴിപ്പാൻ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് എടുത്തെങ്കിലും ഒന്ന് വായിച്ചാൽ സന്തോഷമായിരിക്കും. വാക്യം ഒന്ന് വായിക്കാമോ? പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, മതി. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട് എന്ന് മതി എന്ന് പറഞ്ഞ് ഒന്ന് നിർത്തി വായിക്കാൻ വേണ്ടിയാ. ശിഷ്യന്മാർ അവനോട്, അടുത്ത വാക്ക് എന്താ എഴുതിയിരിക്കുന്നത്? നീ പെസഹ കഴിപ്പാൻ. മതി. നീ പെസഹ കഴിപ്പാൻ. ഞങ്ങൾ കഴിക്കണമെന്നാണോ പറയുന്നത്? നിങ്ങളൊന്ന് ബൈബിൾ ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? ഞങ്ങൾ പെസഹ കഴിപ്പാൻ എന്ന പദമല്ല എഴുതിയിരിക്കുന്നത്. പിന്നെന്താ? നീ പെസഹ കഴിപ്പാൻ. അതിനർത്ഥം നിന്റെ നാമം ഉയരാൻ, നിന്റെ പേരുയരാൻ, നിന്റെ ഹിതമുയരാൻ. അപ്പോൾ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്കകത്തും അവരുടെ ആവശ്യത്തെക്കാൾ ഉപരി അവന്റെ ആവശ്യത്തെയാണ് അവർ ഉയർത്തുന്നത്. അതിനർത്ഥം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ദൈവ ഇഷ്ടം, ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. പക്ഷെ നമുക്ക് പറ്റുന്ന പരാജയം എന്ന് പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവത്തോട് പറയാൻ മുഴുവൻ സമയം നമ്മൾ വിനിയോഗിക്കാതെ, സ്തോത്രം, ദൈവത്തിന്റെ ഇഷ്ടം നമ്മോട് പറയാൻ അനുവദിപ്പിക്കാതെ നമ്മൾ ഒരു വേറൊരു തലത്തിലേക്ക് പോകുന്ന അനുഭവം നമുക്ക് കാണുവാനായി കഴിയും. അങ്ങനെ സ്തോത്രം, അവൻ മടങ്ങി വരുമ്പോൾ ദൈവഹിതം നമ്മൾ മനസ്സിലാക്കി ദൈവ ഇഷ്ടത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ദൈവ ഇഷ്ടം അറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കും നിശ്ചയമായും മറുപടി ലഭിക്കുമെന്നൊരു ഉറപ്പ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സ്തോത്ര ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാനായി കഴിയും. ദൈവ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴങ്കാലമടക്കിയാൽ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കുള്ള മറുപടികൾ അതിന്റെ നടുവിൽ ലഭിപ്പാനിടയാകും. സ്തോത്രം. അതുകൊണ്ട് സ്നേഹത്തോടെ അർപ്പിക്കട്ടെ. ദൈവഹിതം
തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തന്മാർ. സ്തോത്രം. ദൈവിക കൂട്ടായ്മയുടെ ആമേൻ ആ ഒരു മധുര സ്മരണം നിലനിർത്തുന്നത് ദൈവഹിതം തിരിച്ചറിയുന്നതിലൂടെയാണ്. ദൈവഹിതം തിരിച്ചറിയുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയിലേക്ക്, കൂടുതൽ വിശുദ്ധ ജീവിതത്തിലേക്ക് ആമേൻ സ്തോത്രം ഒരുവൻ ആകർഷിക്കപ്പെടാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ ദൈവഇഷ്ടവും ആമേൻ ദൈവഹിതവും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, കൂടുതൽ കൂടുതൽ ആമേൻ നാം പ്രാർത്ഥനയിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും നമ്മൾ അറിയാതെ തന്നെ ആകർഷിക്കപ്പെടുന്നത് ആമേൻ മനസ്സിലാക്കുവാനായി കഴിയും. അപ്പോൾ രണ്ടാമത്തെ നിർവചനം ദൈവഹിതം തിരിച്ചറിയലാണ്, തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. ഇനി മൂന്നാമത്തെ നിർവചനം വേഗം പറയാം. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? സ്തോത്രം. മൂന്നാമത്തെ നിർവചനം ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. ആ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ദൈവം പ്രവർത്തിക്കുന്നത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം പ്രവർത്തിക്കുന്നത്. തിരുവെടുത്ത് പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 50:15 അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, നീ എന്നെ സ്തോത്രം ഹമേൻ വിളിച്ച കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. അതുകൊണ്ടാണ് ഇരമ്യാ പ്രവചനം 33:3 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹോദരവുമായിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കണമെന്നത് ദൈവകൽപ്പന കൂടിയായിരിക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം ദൈവസഭ, ദൈവത്തിന്റെ തലമുറ മറന്നു പോകരുത്. പലപ്പോഴും ചില അപൂർവ സാഹചര്യങ്ങൾ ഒഴികെ ദൈവത്തിന്റെ എല്ലാ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അനുസൃതമായിട്ടാണ് അവൻ വെളിപ്പെടുന്നത്. എന്നാൽ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കാനുള്ള ദൈവത്തിന്റെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയെ അഥവാ സ്തോത്രം കരത്തെ സ്പർശിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഉത്തരമരുളും. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. അപ്പോൾ ഇതിന്റെ പുറകിൽ ഒരു ശക്തി വെളിപ്പെടുന്നുണ്ട്, ഇതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്, ഇതിന്റെ പുറകിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നാം തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയെ, ആ കരത്തെ സ്പർശിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യന്റെ പ്രാർത്ഥന കൂടാതെ ദൈവത്തിന്റെ ശക്തി ഒരിക്കലും വെളിപ്പെട്ടു വന്നെന്ന് വരികയല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ ഗൗരവം സ്തോത്രം പുതിയ നിയമം വായിക്കുന്നവർക്കറിയാം. അവയിൽ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 12 വർഷം രക്തസ്രാവം പിടിച്ചൊരു സഹോദരി സ്തോത്രം ഏറിയൊന്ന് ചെലവഴിച്ചിട്ടും വിടുതൽ കാണാൻ കഴിയാതെ അവൾ 12 കൊല്ലം കൊണ്ട് ദുരിതം അനുഭവിച്ചു കിടക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇന്ന് അവന്റെ അരികിൽ ചെല്ലും, എന്റെ വിഷയവുമായി ഞാൻ അവന്റെ അടുക്കൽ ചെല്ലും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പിടിക്കും, അവൻ എനിക്ക് സൗഖ്യം തരും. പക്ഷേ അവൾ അവിടെ വന്നേച്ച് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പിടിക്കുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ തൊട്ടു. പക്ഷെ വചനം പറയുന്നു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ക്ഷണത്തിൽ അവളുടെ ബാധ മാറി. അതിനർത്ഥം വിശ്വാസത്തോട് സ്തോത്രം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നിങ്ങൾ നിരൂപിക്കുന്നതിനപ്പുറമായി ദൈവത്തിന്റെ ശക്തി പുറപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം, അതിനർത്ഥം ഇതാണ്, ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. ഞാനിത് ശാന്തമായി പറയുമ്പോൾ സ്തോത്രം ആ ശക്തി ചില വീടുകളിലേക്ക് ഇറങ്ങി വരുന്നത്, ചില വ്യക്തികളിലേക്ക് ഇറങ്ങി വരുന്നത്, കൊല്ലങ്ങളായി നീറിപ്പുകയുന്ന വിഷയങ്ങൾക്കകത്ത് ആ
ശക്തി വ്യാപരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിവുള്ളവർ ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് നല്ലൊരു സ്തോത്രം പറഞ്ഞ് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ കരത്തെ പ്രവർത്തനക്ഷമമാക്കുന്നതും വിടുതൽ വ്യാപരിക്കുന്നതും. അപ്പോൾ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ നിർവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ്. ഒന്ന്, ദൈവത്തോടുള്ള ആശയവിനിമയം. രണ്ട്, ദൈവഹിതം തിരിച്ചറിയുന്നത്. മൂന്ന്, അവന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നത്. ഇനി നാലാമത്തെ നിർവചനം, വേഗം പറഞ്ഞ മുമ്പിലേക്ക് വരാം. നാലാമത്തെ നിർവചനം, അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറ തുറക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറ തുറക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു. അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറ തുറക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. സ്തോത്രം. പ്രിയരേ, ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം. ഈ വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം തന്റെ ഉടമ്പടി നിറവേറ്റും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ വീണ്ടും ആവർത്തിക്കാം. വാഗ്ദാനങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് വാഗ്ദാനങ്ങളുടെ ദൈവമാണ്. സ്വർഗം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങളെ, ആ വാഗ്ദാനങ്ങളെ നമ്മൾ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ മറുപടി അല്ലെങ്കിൽ ഉടമ്പടി നിറവേറ്റും. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കണ്ടെത്തി അവയ്ക്ക് വേണ്ടി യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നവർക്ക് അവയൊന്നും ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല. ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 8-ാമത് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകും. വായിക്കാമോ? മത്തായി സുവിശേഷം 7-ാം അധ്യായം 8-ാമത് വാക്യം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ തുറക്കും. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. അപ്പോൾ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമായി നിൽക്കുമ്പോൾ, സ്വർഗം അനുഗ്രഹങ്ങളുടെ കലവറയായി നിൽക്കുമ്പോൾ, ഒരു ദൈവ പൈതലിനോട് പരിശുദ്ധാത്മ പറയുന്നു, ഈ നാളുകൾ മൗനമായിരിക്കേണ്ട പകലല്ല, മൗനമായിരിക്കേണ്ട നാളുകളല്ല. നാം മുട്ടുകയും യാചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ വാഗ്ദാനങ്ങൾ ദൈവ ഇഷ്ടപ്രകാരമുള്ളതാകയാൽ ഒരിക്കലും അത് നിരാകരിക്കപ്പെടുകയില്ല, ഒരിക്കലും മാറ്റി നിർത്തപ്പെടുകയില്ല. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. കണ്ടോ? നാം അപേക്ഷിച്ചാൽ നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ ദൈവ ഇഷ്ടപ്രകാരമുള്ളതാകയാൽ ദൈവം ആഗ്രഹിക്കുന്നു തന്റെ തലമുറയ്ക്ക് വാഗ്ദത്തങ്ങൾ കൊടുക്കണം, വാഗ്ദാനങ്ങൾ നൽകണം. പക്ഷേ അങ്ങനെ നാം യാചിക്കാൻ തുടങ്ങുമ്പോൾ വചനം പറയുന്നു, ഒരിക്കലും അത് നിഷേധിക്കപ്പെടുകയില്ല, ഒരിക്കലും ആ മറുപടികൾ മാറ്റി നിർത്തുകയില്ല. അതുകൊണ്ട് എന്തെങ്കിലും തരുവാൻ മടിക്കുന്ന ദൈവത്തെ കൊണ്ട് തരാമെന്ന് സമ്മതിപ്പിക്കുന്നതല്ല, പിന്നെയോ അനുഗ്രഹിക്കാൻ സന്മനസ്സുള്ള ദൈവത്തിന്റെ ആർദ്രതയിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവം സ്നേഹിക്കുന്നവർക്കും ഉള്ള വാഗ്ദത്ത നിവർത്തി പ്രാർത്ഥനയുടെ സാഫല്യമായി നിലകൊള്ളുമ്പോൾ
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും അനുഗ്രഹങ്ങളുടെ കലവറയുമാകയാൽ പ്രാർത്ഥന എന്ന താക്കോൽ ഉപയോഗിച്ച് ആ ഭണ്ഡാരത്തെ തുറക്കുവാനും അനുഗ്രഹീതരാകുവാനും നമ്മൾ ഇതാളുകളിൽ തയ്യാറാകുന്നവരായി മാറണം. അനുഗ്രഹം കുറഞ്ഞു പോകുന്നത് ദൈവം അനുഗ്രഹിക്കാഞ്ഞിട്ടല്ല, പ്രാർത്ഥന കുറഞ്ഞു പോകുന്നത് കൊണ്ടാണെന്ന് ആത്മാവിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചാൽ അത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഈ നാളുകൾ മുട്ടുകുത്തി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വർഗീയ കലവറകളെ പ്രാർത്ഥനയിൽ തുറന്ന് ചില വിടുതലുകൾ പ്രാപിക്കാൻ ഇന്ന് പകൽ തീരുമാനവും മനസ്സും എടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 4 നിർവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. 5ാമത്തെ നിർവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്താണ് 5ാമത്തെ നിർവചനം? 5ാമത്തെ നിർവചനം എഴുതിക്കോളൂ. സാത്താനെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. സ്തോത്രം. ഇത്രയും സമയം ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവഹിതം തിരിച്ചറിയുന്നത്, ശക്തി പുറപ്പെടുവിക്കുന്നത്, സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കുന്നത്, ഇതാണ് പ്രാർത്ഥനയെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ലളിതമായിട്ട് ദൈവാത്മ പറയുന്നു, സാത്താനെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് ആ ഭാഗം ഒന്ന് ധ്യാനിക്കാം. എന്താണ് ഈ വിഷയത്തിന്റെ ഗൗരവം? ശ്രദ്ധിക്കൂ, പ്രാർത്ഥന ഒരു യുദ്ധായുദ്ധം മാത്രമല്ല, പ്രാർത്ഥന തന്നെയാണ് യുദ്ധം. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥന ഒരു യുദ്ധായുദ്ധമാ അല്ല, പ്രാർത്ഥന ശരിക്കും ഒരു യുദ്ധം തന്നെയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ തന്നെ ലളിതമാക്കി തരാം. പ്രാർത്ഥന മുറിയാണ് യഥാർത്ഥ യുദ്ധഭൂമി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. കുറച്ചുകൂടെ തെളിയിക്കാം. സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ എതിരാളിയാണ്. ദൈവഗീതം ഭൂമിയിൽ നിവർത്തിക്കുന്നത് സാത്താന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. മനുഷ്യനും ദൈവവും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നറിയോ? സാത്താന്യ പ്രവർത്തികൾ തകരാൻ തുടങ്ങും. ഞാനൊരു പ്രസംഗ ശൈലിയിലല്ല, കുറച്ചുകൂടെ സിമ്പിളായിട്ട് വാക്കുകൾ വേറൊരു തലത്തിലാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടല്ലോ? സ്തോത്രം. മനുഷ്യനും ദൈവവും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ സാത്താന്യ പദ്ധതികൾ തകരാൻ തുടങ്ങും. എന്നാൽ പ്രാർത്ഥനയിലൂടെ മനുഷ്യൻ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുകയും ദൈവഹിതം നിറവേറുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പിശാച് പ്രാർത്ഥിക്കുന്നവർക്കെതിരെ തിരിയുകയും അവരെ ആക്രമിക്കുകയും ചെയ്തെന്ന് വന്നേക്കാം. അതുകൊണ്ട് പതറിപ്പോകരുത്. പ്രാർത്ഥിക്കുന്നവർ സാത്താന്റെ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. സദൃശവാക്യത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ വാക്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ റെഫറൻസ് പറയാതെ അങ്ങ് കാര്യം പറഞ്ഞു തരാം. സദൃശവാക്യത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. നിങ്ങൾ യോഗം കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്ക്. ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. ചുമ്മാ ഇരിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. സാത്താനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിക്കേ. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുക. പക്ഷേ അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വീര്യം ഉയർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവിടെ പരാജയപ്പെട്ടു. പലതിലും നിങ്ങൾ പതറിപ്പോകും. കാരണം എന്താ അങ്ങനെ പറയാൻ? പ്രാർത്ഥിക്കുന്നവർക്കെതിരെ പിശാച് തിരിയും, അവരെ ആക്രമിക്കും. പക്ഷെ മറക്കരുത്, നദി നിന്റെ മേൽ വരും, അത് കവിഞ്ഞൊഴുകുകയല്ല. അഗ്നിജ്വാല നിന്റെ നേരെ വരും, പക്ഷെ നിന്നെ ദഹിപ്പിക്കുകയല്ല. കാരണം സാത്താനേക്കാളും അവനെ ജയിക്കാനുള്ളൊരു ദൈവകൃപ പ്രാർത്ഥിക്കുന്നവന് ദൈവം കൈമാറിയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സാത്താനെതിരെയുള്ളൊരു പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്. ആമേൻ. ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. സാത്താനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുകയല്ല. പക്ഷെ അവിടെ പ്രാർത്ഥിക്കുന്നവന് ദൈവം നൽകുന്നത് അവിടെ ജയമാണ്.
അവിടെ പരാജയമല്ല, അവിടെ ജയമാണ് ദൈവം നൽകുന്നത്. അതുകൊണ്ട് സാത്താനെ തോൽപ്പിച്ച് ജയഭേരി മുഴക്കിയത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാകയാൽ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലാകും. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് വീണ്ടും വീണ്ടും പരാജയപ്പെടാൻ തുടങ്ങുമെന്ന് യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ നിങ്ങൾ മറന്നു പോകരുത്. അവൻ പരാജയം സമ്മതിക്കേണ്ടി വരുമെന്നറിഞ്ഞ് പ്രാർത്ഥനയെ തടയുവാൻ പിശാച് പല ശ്രമങ്ങൾ നടത്തിയെന്ന് വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കാം, നിങ്ങൾ സാത്താനെതിരെ പോരാട്ടം നടത്തി വേണം പ്രാർത്ഥിക്കുവാൻ. ഈ കാരണത്തിലാണ് ശരിയായി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നത്. അല്ലാതെ സ്തോത്രം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കഴിയും. ഇവിടെ വന്നിരുന്ന അന്യഭാഷയിലും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് തോന്നിയതുപോലെ നടന്നു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഒന്നും ഫലിക്കുകയില്ല. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും, മണിക്കൂറുകൾ ഇരിക്കാൻ കഴിയും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര പേർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്? വിഷയത്തെ വെളിപ്പാടിൽ കണ്ടുകൊണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് പരാജയപ്പെടും. കൊലോസ്യ ലേഖനം നിങ്ങൾ വായിക്കണം, 2:15 വായിക്കണം. ഒന്ന് വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. കണ്ടോ? ജയോത്സവം കൊണ്ടാടി ക്രൂശിൽ. അപ്പോൾ പിശാചിനെ ക്രൂശിലൂടെ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാച് പരാജിതനായി വഴിമാറിക്കൊണ്ടിരിക്കും. പക്ഷേ പിശാചിന്റെ പരിപാടി എന്ന് പറയുന്നത് സാത്താൻ വീണ്ടും വീണ്ടും പരാജയം സമ്മതിക്കേണ്ടി വരുമെന്ന് അവന് മനസ്സിലാകുമ്പോൾ അവൻ ചെയ്യുന്ന ഒന്നാമത്തെ പരിപാടി പ്രാർത്ഥനയെ തടയാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തും. പക്ഷെ അതിനെ ആത്മമണ്ഡലത്തിൽ ജയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥനയുടെ തീനാവാകാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്ന യുദ്ധമാണെങ്കിൽ ഏതാണ് ഈ യുദ്ധമുറി അല്ലെങ്കിൽ ഈ യുദ്ധഭൂമി ഏതാണ്? യുദ്ധഭൂമി എന്ന് പറയുന്നത് പ്രാർത്ഥനാ മുറി തന്നെയാണ്. നിങ്ങൾ ആത്മാവിൽ പടവെട്ടി പൈശാചിക മണ്ഡലങ്ങളോട്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, വചനം പറയുന്നില്ലേ, നമ്മുടെ ആയുധങ്ങൾ പോരിന്റെ ആയുധങ്ങൾ എന്തല്ല, ജഡീകങ്ങളല്ല, കോട്ടകളെയും വാഴ്ചകളെയും അല്ലേ ഇടിച്ചു കളയുവാനുള്ള ദൈവശക്തിയാകുന്നു പ്രാർത്ഥന. അപ്പോൾ ആ ദൈവശക്തി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിന്റെ വിടുതലുകൾ കാണുവാൻ കഴിയും. സ്തോത്രം. ദൈവപ്രവൃത്തിയെ തടയുവാൻ സാത്താൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടെ ഞാൻ പറയാം. ദൈവപ്രവൃത്തിയെ തടയാൻ പിശാച് ശ്രമിക്കുന്നു. പക്ഷെ അതിനെതിരെ സഭ പ്രാർത്ഥനയിൽ പോരാടണമെന്ന് തെളിയിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നോക്കിക്കേ, ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ശമൂവേൽ 70 ആഴ്ചവട്ടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനോട് ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കും. 10-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അവിടെ വരുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി എപ്പോഴാ? 1-ാം ദിവസം പുറപ്പെട്ടു ദൈവസന്നിധിയിൽ നിന്ന്. 1-ാം ദിവസം പുറപ്പെടുമ്പോൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, പാർസി രാജ്യത്തിന്റെ പ്രഭു ആ മറുപടിയെ തടഞ്ഞു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താന്യ ശക്തിയെ തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ മറുപടിയെ സാത്താന്യ മണ്ഡലങ്ങൾ, പാർസി രാജ്യത്തിന്റെ പ്രഭു, പാർസി പ്രഭു അതിനെ തടഞ്ഞു. പക്ഷേ ആ മറുപടിയെ തടയുമ്പോൾ
പ്രധാന ദൂതനായ മീഖായേൽ രംഗപ്രവേശനം ചെയ്തത് ഞാൻ പറയാതെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ സ്വഭാവവും ഗൗരവവും അനുസരിച്ച് സാത്താനിൽ നിന്ന് എതിർപ്പുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം ദാനിയേൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവന്റെ മറുപടിയെ തടയാൻ പാർസി രാജ്യത്തിന്റെ പ്രഭു എഴുന്നേറ്റു. പക്ഷേ അവിടെ പറ്റൻ ചെയ്തൊരു കാര്യമുണ്ട്, അവൻ ആത്മാവിൽ പോരാടുകയായിരുന്നു. സ്തോത്രം. എന്നെക്കാളും വചന നിശ്ചയമുള്ള ദൈവമക്കൾ ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാം, ദൂത് തടഞ്ഞു, മറുപടി തടഞ്ഞു, പക്ഷെ ദാനിയേൽ മൗനമായിരുന്നില്ല. ദാനിയേൽ വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ പോരാടി. സ്തോത്രം. എത്ര ദിവസമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 21 ദിവസം ദൈവ മനുഷ്യൻ പ്രാർത്ഥനയിൽ പോരാടി നിൽക്കുമ്പോൾ ആരംഭത്തിൽ പുറപ്പെട്ട മറുപടി പ്രാർത്ഥനയുടെ സമാപനം നാളുകളിൽ ആ മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ട് പറയാം, തിരുവെടുത്ത് പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും. ഇത് അവൻ ഇവിടുത്തെ മതസംഘടനകളല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ നമ്മുടെ കർത്താവാ പറഞ്ഞത്. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ അഴിക്കാൻ നിങ്ങൾ തയ്യാറായാൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പോരാട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ അന്തിമ ജയം ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുന്നവർക്കാണ് ലഭിക്കപ്പെടുമെന്നത് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ പ്രാർത്ഥനയിൽ പോരാടിക്കോ, പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യ്, ദൈവം അതിന്റെ നടുവിൽ എഴുന്നേൽക്കാൻ തുടങ്ങും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് സാത്താനെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. 6ാമത്തെ നിർവചനം എഴുതിക്കോളൂ. എന്താണ് പ്രാർത്ഥന? 6ാമത്തെ നിർവചനം, മനുഷ്യാത്മാവിന്റെ വിനയമാണ് പ്രാർത്ഥന. മനുഷ്യാത്മാവിന്റെ വിനയമാണ് പ്രാർത്ഥന. സ്തോത്രം. ദൈവം മുൻപാകെ മനുഷ്യന്റെ വിനയം വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥനയോളം ഉതകുന്ന മറ്റൊരു ഉപാധിയല്ല. വാക്ക് മനസ്സിലായോ? ദൈവം മുൻപാകെ മനുഷ്യന്റെ വിനയം വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥനയോളം ഉതകുന്ന മറ്റൊരു ഉപാധി ഇല്ല. പ്രാർത്ഥനയാണ് മനുഷ്യാത്മാവിന്റെ വിനയം വെളിപ്പെടുത്താൻ ഉതകുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്ന ശരീരത്തിന്റെ ഭാവം, ഉച്ചരിക്കുന്ന ഭാഷ, ഹൃദയത്തിന്റെ നിലവാരം, ഇവയൊക്കെ താഴ്മ ധരിച്ചുകൊണ്ടുള്ളതാവണം. സ്തോത്രം. മനുഷ്യാത്മാവിന്റെ വിനയമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഭാവമുണ്ട്, ഉച്ചരിക്കുന്ന ഒരു ഭാഷ ശൈലിയുണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു നിലവാരമുണ്ട്. ഇതെല്ലാം ഏതിലായിരിക്കണം? താഴ്മ ധരിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ താഴ്മ ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം താഴ്മയുടെയും വിനയത്തിന്റെയും പരിണത ഫലമായി നിലകൊള്ളുമ്പോൾ ബൈബിൾ പറയുന്നു, ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും ആയ പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും ഉള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. യെശയ്യാപ്രവചനം 57:15 വാക്യമാണ് ഞാൻ പറഞ്ഞത്. അതിലെഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്, മനോവിനയമുള്ളവരോട് ഞാൻ വസിക്കുന്നു. അപ്പോൾ മനുഷ്യാത്മാവിന്റെ വിനയമാണ് പ്രാർത്ഥന. താഴ്മയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് കൂട്ടായ്മ നൽകുന്നു. യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ
എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പ്രാർത്ഥനയിലൂടെയാണ് ഹൃദയത്തിന് ചൈതന്യവും ആശ്വാസവും ലഭിക്കുന്നത്. താഴ്മയുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ആത്മീയ നന്മകളായി നിലകൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ മനുഷ്യാത്മാവിന്റെ വിനയം താഴ്മയിലൂടെ തെളിയിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ സർവേശ്വരനായിരിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് തൽക്കാലം വിടവാങ്ങുന്നു. 7ാമത്തെ നിർവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. 7ാമത്തെ നിർവചനം എന്താണ്? എഴുതിക്കോളൂ. ആത്മീയ മനുഷ്യന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. ആത്മീയ മനുഷ്യന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. ഞാൻ 6 കാര്യങ്ങൾ ഇതിനോടകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറിക്കഴിഞ്ഞു. ഒന്ന്, എന്താണ്? ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയമാണ് പ്രാർത്ഥന. 2, ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. 3, ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. 4, അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറ തുറക്കുന്നതാണ് പ്രാർത്ഥന. 5, സാത്താനെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. 6, മനുഷ്യാത്മാവിന്റെ വിനയമാണ് പ്രാർത്ഥന. 7ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആത്മീയ മനുഷ്യന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ എന്തോ വേണം? ഭക്ഷണം വേണം, വെള്ളം വേണം, പ്രാണവായു എന്നീ ആവശ്യ ഘടകങ്ങൾ നൽകിയേ മതിയാകൂ, ലഭിച്ചേ മതിയാകൂ. ഇത് നിഷേധിക്കപ്പെട്ടാൽ ജീവൻ അപകടത്തിലായി തീരും. ഭൗതിക ശരീരമുള്ളവനായി മനുഷ്യൻ കാണപ്പെടുന്നുവെങ്കിലും ദൈവിക സാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ വന്നതുകൊണ്ട് മനുഷ്യൻ ആത്മീയ ജീവിയായി തീർന്നു. എന്നാൽ പാപത്തിൽ വീണുപോയ മനുഷ്യൻ ആത്മീകമായി മരിച്ചു. ആത്മീക മരണം വരിച്ച മനുഷ്യൻ പ്രാർത്ഥനയിലൂടെ ദൈവിക സംസർഗം അനുഭവിക്കുന്നതിലൂടെ അവൻ വീണ്ടും ജീവൻ പ്രാപിക്കുകയാണ്. അവൻ വീണ്ടും ജനനം പ്രാപിച്ചവൻ പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഒരിക്കൽ വീണ്ടും ജനിച്ചവർ ആത്മീക ജീവൻ നിലനിർത്താൻ തുടർന്നും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സമയം പരിമിതമാകൊണ്ട് അവൻ വേഗത്തിൽ മുമ്പിലേക്ക് പോകുന്നത്. ശരീരത്തിന്റെ ജീവൻ നിലനിർത്തുവാൻ തുടരെ പ്രാണവായു ശ്വസിക്കുന്നത് പോലെ വീണ്ടും ജനനം പ്രാപിച്ചവർ ആത്മീയ ജീവൻ നിലനിർത്തുവാൻ എപ്പോഴും ദൈവിക സംസർഗം അനുഭവിച്ച് അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാത്തവർ മൃതപ്രായരാണെന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രധാന തൊഴിലാണ് പ്രാർത്ഥനയെന്ന് സ്തോത്രം മാർട്ടിൻ ലൂതർ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, വായു, സ്തോത്രം, ഇത് ദൈവവചനം, പരിശുദ്ധാത്മാവ് എന്നത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭ്യമായി തീരും. ഒരു മനുഷ്യന് വെള്ളം വേണം, ഭക്ഷണം വേണം, വളർച്ചയ്ക്ക് ആവശ്യമായത് ആഹാരം, ഇതെല്ലാം വേണം. ഇതുപോലെ ഒരു ദൈവ പൈതൽ വീണ്ടും ജനിച്ച യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ജീവൻ പ്രാപിക്കണമെങ്കിൽ സ്തോത്രം, 100കണക്കിന് പ്രസംഗങ്ങൾ കേട്ട്, 1000കണക്കിന് പ്രവചന ദൂതികൾ കേട്ട് ഒരാത്മീക മനുഷ്യന്റെ രൂപം നിങ്ങൾക്കുണ്ടായിരിക്കാം, ആദമിനെ പോലെ. പക്ഷെ ഒരു രൂപമായിരിക്കാനല്ല, ആ രൂപം ജീവനുള്ള ദേഹിയായി മാറണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജീവനുള്ള ദേഹിയായി മാറേണ്ടതിന് ഒരു ശ്വാസം ആദമിന്റെ അകത്ത് വന്നപ്പോൾ, ഒരു പ്രാണവായു അകത്ത് വന്നപ്പോൾ, ആത്മാവകത്ത് വന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറിയെങ്കിൽ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ സ്തോത്രം, ഭക്ഷണം, വെള്ളം, വായു, ഇതുപോലെ പരിശുദ്ധാത്മാവും ദൈവവചനവും നമുക്ക് ആവശ്യമാണ്. ദൈവവചനവും പരിശുദ്ധാത്മാവിന്റെ സ്വാധീനവും നമുക്ക് ആവശ്യമായി തീരുന്നത് ഏതിലൂടെ എന്നറിയാമോ? അത് പ്രാർത്ഥനയിലൂടെയാണ്. നിരന്തരം നാം പ്രാർത്ഥനയിലൂടെ സ്തോത്രം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ, പ്രാർത്ഥനയിലൂടെ നാം മുന്നിൽ കയറി വരുമ്പോൾ, സ്തോത്രം
സ്തോത്രം, തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ആത്മീയമായി ദിനം പ്രതി നാം വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആത്മീയമായി വളരുന്നവരാണ് ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നത്. ഫലമില്ലാത്ത വൃക്ഷം ശപിക്കപ്പെടുന്നത് പോലെ പ്രാർത്ഥിക്കാത്തവർ അന്തിമ ന്യായവിധിയിൽ അകപ്പെടുമെന്നതിൽ സംശയം ലവലേശമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്? ആത്മീയമായി ആത്മീയ മനുഷ്യന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. അവൻ നാം ശ്വസിക്കുന്നത് പോലെ ആത്മാവിൽ പ്രാർത്ഥനയിൽ നാം ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ പരിശുദ്ധാത്മാവും വചനത്തിന്റെ ദൈവവചനവും നാം അനുഭവിക്കും. അതിലൂടെ നാം പുഷ്ടി പ്രാപിക്കും, അതിലൂടെ നാം ശക്തി പ്രാപിക്കും. അങ്ങനെ ശക്തി പ്രാപിച്ചു വരുമ്പോൾ നമ്മൾ ആത്മീയ വൃക്ഷം പോലെ വളരുമ്പോൾ ആത്മീയ ഫലം നമ്മിൽ പുറപ്പെടുവിക്കാൻ തുടങ്ങും. സ്തോത്രം. ഫലമില്ലാത്ത വൃക്ഷത്തെ യേശു ശപിച്ചില്ലേ? അത്തിവൃക്ഷത്തെ ശപിച്ചില്ലേ? ഇതുപോലെ നമ്മിൽ ഒരു ഫലം കണ്ടില്ലെങ്കിൽ അന്തിമ ന്യായവിധിയിൽ നാം തള്ളപ്പെടും. അത് വരാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. ആത്മീയ മനുഷ്യന്റെ പ്രാണവായുവായി പ്രാർത്ഥന നിലകൊള്ളുമ്പോൾ ആ പ്രാർത്ഥനാ വായുവിനെ നമുക്ക് ശ്വസിക്കാം. ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. അങ്ങനെ ദൈവകൃപയിൽ നമുക്ക് മുന്നേറാം. അതിനുവേണ്ടി അനുദിനവും പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെ ഒരു ആത്മീയ അനുഭവമാക്കി തീർക്കുവാൻ ഇച്ഛിക്കുന്നവർ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞു. അത് ശ്രദ്ധിച്ചുകൊണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയ്ക്ക് വൻ സ്വാധീനങ്ങൾ വരുത്തുവാൻ ശക്തി കഴിവുണ്ട്. ആത്മീയ തലങ്ങൾ, ദൂതന്മാർ, മനുഷ്യർ, ഇവരുടെ എല്ലാം ഇവയെല്ലാം പ്രാർത്ഥനയുടെ സ്വാധീനത്തിൽ വരുന്നതാകൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെയേറെയാണ്. ദൈവ മനുഷ്യനും ദൂതന്മാരുമൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി പ്രവർത്തനക്ഷമമായി തീരുകയാണ്. പ്രാർത്ഥനയോളം ശക്തമായ മറ്റൊരു ശുശ്രൂഷ ഈ കാലഘട്ടങ്ങളിൽ വേറെ ഇല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ തീനാവുകളാകാൻ, പ്രാർത്ഥനയുടെ പോരാളികളാകാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ നിന്ന് പറയാൻ കഴിയും? ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥനയുടെ 5 ഗ്രീക്ക് പദങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഇന്ന് പ്രാർത്ഥനയുടെ 7 നിർവചനം വളരെ സിമ്പിളായി നിങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞു. എത്ര പേരൊരു തീരുമാനമെടുക്കും? ഞാൻ മടങ്ങി വരും പ്രാർത്ഥനയിലേക്ക്, എനിക്ക് മടങ്ങി വരണം. എത്ര പേർ ആത്മാവിലൊന്ന് തീരുമാനമെടുക്കും? ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ശബ്ദത്തിനായി സ്തോത്രം. പ്രാർത്ഥന എങ്ങനെയാണ്? എന്താണ് പ്രാർത്ഥന? ആമേൻ. ഏതു നിലകളിൽ പ്രാർത്ഥിക്കണം? ആമേൻ. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹമേറിയ ദൈവശബ്ദം ഞങ്ങളെ കൽപ്പിച്ചതിന് നന്ദി. എല്ലാ മഹത്വവും ഇന്ന് പകൽ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. മീറ്റിംഗിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയുടെ തീനാവുകളാക്കണം. സ്വർഗ്ഗം അത് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.